ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് കുടുംബവിളക്ക് സീരിയലിന്റെ ഇന്നത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് കഥയും ഒക്കെ ആയിട്ടാണ്. അപ്പൊ നേരെ നമുക്ക് കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ സിദ്ധു ആണെങ്കിൽ സർജറി ഒക്കെ കഴിഞ്ഞു. വളരെ ഭാഗ്യമുണ്ട് നമ്മുടെ സിദ്ധുവിന്. എന്തായാലും സിദ്ധു മരണത്തോട് മല്ലിട്ട് അങ്ങനെ രക്ഷപ്പെടുകയാണ്. രക്ഷപ്പെട്ട വിവരമാണെങ്കിലോ സത്യൻ വന്ന് നമ്മുടെ സരസ്വതി അമ്മയോടും അതുപോലെ തന്നെ ശീതളിനോടും ഒക്കെ സംസാരിക്കുകയാണ്. അപ്പൊ ശീതളാണെങ്കിലോ അച്ഛന്റെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണക്കാരി താൻ തന്നെയാണല്ലോ. അപ്പൊ അങ്കിളെ അച്ഛനെ ഇപ്പൊ കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അങ്കിള് പറയുകയാണ്, മോളെ കുറച്ച് സമയം കൂടി പിടിക്കും, എന്തായാലും സാറിന് ബോധം തെളിയട്ടെ എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ബോധം തെളിഞ്ഞ പാടെ തന്നെ നമ്മുടെ സിദ്ധുവിനെ കയറി കാണുകയാണ് സത്യൻ. സത്യൻ പോയി കണ്ടതും സാറിന്റെ അടുത്ത് സംസാരിക്കുക. സാറേ, സച്ചിൻ എന്ന് പറയുന്ന ആ വൃത്തികെട്ടവൻ, അവൻ ഒറ്റൊരുത്തൻ കാരണമാണ് സാർ ഇങ്ങനെയുള്ളൊരു അവസ്ഥയിലായത്. പിന്നെ നമ്മുടെ ബിസിനസിന്റെ വന്ന ക്ലയൻസിനോടെല്ലാം ഞാൻ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചിട്ടുണ്ട്. സാർ ഒരു കാരണവശാലും പേടിക്കണ്ട കേട്ടോ. സാറിപ്പം സേഫ് ആണെന്നും സാറിനെ സരസ്വതി അമ്മയോടൊപ്പം സരസ്വതി അമ്മയുടെ വീട്ടിലേക്ക് വിടാം എന്നുള്ള കാര്യമാണ് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ സിദ്ധുവിനെ പറഞ്ഞ് ധരിപ്പിക്കുകയാണ് സത്യൻ. അപ്പൊ സത്യൻ പറയുന്നുണ്ട്, സച്ചിനെതിരെ നമുക്ക് കംപ്ലൈന്റ് കൊടുക്കണ്ടേ, അവനെ അങ്ങ് വെറുതെ വിട്ടാൽ ശരിയാകുമോ? ഇല്ലെങ്കിൽ എനിക്ക് അവനെ 2 പെരുമാറുമെങ്കിലും വേണം. ഞാൻ എങ്ങനെയാണ് അവനെ കൊണ്ട് സത്യം പറയിപ്പിച്ചതെന്ന് സാറിന് അറിയില്ലല്ലോ. ഞാനും സാറിന്റെ മോനും കൂടി അവന്റെ വീട്ടിൽ ചെന്നായിരുന്നു. അവന്റെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ അവനെ പിടിച്ച് 2 അടി കൊടുത്തപ്പോഴാണ് അവൻ സത്യങ്ങൾ പറഞ്ഞത്. അവൻ ആദ്യം പറഞ്ഞത് ശീതളിനെയും കണ്ടിട്ടില്ല, സാറിനെയും കണ്ടിട്ടില്ല, സാർ ആ വീട്ടിൽ എത്തിയിട്ടില്ലെന്ന് വരെ അവൻ പറഞ്ഞു. അവനെ പോലൊരു പഠിച്ച കള്ളൻ അവൻ എങ്ങനെയാണ് അവ ഒരു ഡോക്ടർ ആയത് എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയി സാറേ. അവനെ വെറുതെ വിടാൻ പറ്റത്തില്ല കേട്ടോ. സാറ് അവിടെ ചെന്നത് കൊണ്ട് മാത്രമല്ലേ ശീതളിന് കിട്ടേണ്ടിയിരുന്ന അടി സാറിന് കിട്ടിയത്. അല്ലെങ്കിൽ ഇപ്പൊ ശീതളിന്റെ അവസ്ഥ എന്താകുമായിരുന്നു? എന്തായാലും ഇതുപോലെയുള്ള ഒരു ക്രിമിനലിനോടൊപ്പം ആ കൊച്ചു എങ്ങനെയാണാവോ ജീവിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഇവനിങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും സിദ്ധു പറയാണ്, തൽക്കാലം കംപ്ലൈന്റ് ഒന്നും കൊടുക്കണ്ട, എത്രയൊക്കെ വന്നാലും തന്റെ മരുമകനല്ലേ, അവനെ കണ്ട് സംസാരിക്കാം, എന്താണ് അവന്റെ നിലപാടെന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം കംപ്ലൈന്റ് കൊടുക്കണമെങ്കിൽ കൊടുക്കാമെന്നുള്ള കാര്യമൊക്കെ സിദ്ധു പറയുക. അപ്പോഴത്തേക്കിനും സത്യനാണെങ്കിലോ, സാറെ പുറത്ത് സാറിന്റെ അമ്മയും അതേപോലെ മോളും ഒക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ പോയി അവരെ വിളിച്ചോണ്ട് വരട്ടെ എന്ന് ചോദിക്കുക. അപ്പൊ സിദ്ധുവിന് ഭയങ്കര സന്തോഷം കേട്ടോ. അമ്മയും അതേപോലെ ശീതളും ഒക്കെ ഉണ്ടെന്ന് കേൾക്കുമ്പോഴത്തേക്കിനും അങ്ങനെ വളരെ സന്തോഷത്തില് പെട്ടെന്ന് തന്നെ വിളിച്ചിട്ട് വാന്നും പറഞ്ഞ് സിദ്ധു ഈ പുള്ളിക്കാരനെ അങ്ങ് പറഞ്ഞു വിടുക. അപ്പൊ ഈ സമയത്താണെങ്കിലോ പുള്ളി പുറത്തിറങ്ങിയ പാടെ തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ അനിരുദ്ധിനെ കോൾ ചെയ്യാണ്. അപ്പം ഇന്ന് വൈകുന്നേരം തന്നെ സിദ്ധുവിനെ ഡിസ്ചാർജ് ചെയ്യും, പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, ഇനി വീട്ടിൽ പോയി റെസ്റ്റ് എടുത്താൽ മതിയെന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്നുള്ള കാര്യം അനിരുദ്ധിനെ വിളിച്ചറിയിക്കുകയാണ്. അല്ല അപ്പം അച്ഛൻ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഞങ്ങൾ എങ്ങോട്ടാണ് വരേണ്ടത്, അച്ഛനെ എവിടെ വന്നാണ് കാണേണ്ടത് എന്നുള്ള കാര്യം അനി ചോദിക്കുമ്പോഴത്തേക്കിനും പുള്ളിക്കാരൻ പറയുന്നുണ്ട്, അതെ സിദ്ധാർത്ഥിന്റെ അമ്മ സരസ്വതി അമ്മ ഇവിടെ ഉണ്ട്, സരസ്വതി അമ്മ താമസിക്കുന്ന വീട്ടിലേക്ക് മാറ്റാനാണ് ഞങ്ങൾ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. എന്തായാലും ഈ അവസ്ഥയിൽ സാറിന് ഒരു കാരണം വെച്ചാലും ഹോട്ടൽ റൂമിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. ഇങ്ങനെയുള്ള കാര്യമൊക്കെ പറയുമ്പം എന്നാ അതിന്റെ ലൊക്കേഷനും കാര്യങ്ങളും എനിക്ക് അയക്കണം, ഞാൻ അവിടെ വന്ന് കണ്ടോളാം എന്നുള്ള കാര്യമൊക്കെ അനിരുദ്ധ് പറയുക. അപ്പൊ അനന്യാണെങ്കിൽ പറ്റ ഇരിപ്പുണ്ട് കേട്ടോ. അനി അച്ഛൻ എങ്ങനെയുണ്ട്, അച്ഛനിപ്പോ കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം അച്ഛന് പേടിക്കാനൊന്നും ഇല്ലടോ, അച്ഛൻ സരസ്വതി അമ്മയുടെ വീട്ടില് അതായത് അച്ഛമ്മയുടെ വീട്ടില് പോകാൻ തുടങ്ങുകയാണ്, അച്ഛനെ ഡിസ്ചാർജ് ആക്കുകയാണ് എന്നുള്ള കാര്യമൊക്കെ അനിരുദ്ധ അനന്യയോട് പറയുമ്പം അനന്യക്കൊരു ചെറിയ പേടി. ഇനിയിപ്പം അച്ഛമ്മയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാലും സുമിത്രാമ്മ അവിടെ ഉള്ള കാര്യമൊക്കെ ഇവൾക്ക് അറിയാലോ, അതുകൊണ്ട് സുമിത്രയെ ഇനി അനിരുദ്ധ് കണ്ടാലോ എന്നുള്ളൊരു ടെൻഷനാണ് നമ്മുടെ അനന്യക്കുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുന്നേ ഹോസ്പിറ്റലിൽ പോയി കണ്ടാലോ എന്ന് ചോദിക്കുകയാണ് അനന്യ. അപ്പൊ ഉടനെ അനിരുദ്ധ് പറയുന്നുണ്ട്, വേണ്ട, ഇനിയിപ്പോൾ ഇത്രയൊക്കെ ആയില്ലേ, പിന്നെ തനിക്കും തലകറക്കവും കാര്യങ്ങളും ഒക്കെ ആണല്ലോ, അതുകൊണ്ട് നമുക്ക് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോകുന്ന സമയത്ത് സത്യൻ ചേട്ടൻ എന്നെ വിളിച്ചോളാന്നാ പറഞ്ഞിരിക്കുന്നത്, അന്നേരം നമുക്ക് പോയി കാണാന്നൊക്കെ പറഞ്ഞ് ഇവനിങ്ങനെ ഇവരുടെ സംസാരം അവസാനിപ്പിക്കുക. അത് കഴിയുമ്പോഴോ നമ്മുടെ സുമിത്രയാണെങ്കിൽ ഇരുന്ന ആലോചനയോടുകൂടി ആലോചന, സിദ്ധാർത്ഥ എങ്ങാനും സരസ്വതി അമ്മ എങ്ങാനും സിദ്ധാർത്ഥിനെ കൂട്ടിക്കൊണ്ട് തന്റെ വീട്ടിലേക്ക് വരുമോ എന്നുള്ളതാണ് സുമിത്രയെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അപ്പം അമ്മയുടെ ക്ഷീണമൊക്കെ മാറിയോന്നും ചോദിച്ച് പൂജ അങ്ങോട്ട് വരിക കേട്ടോ. ആ മോളെ, ഇവിടെ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു, കുറച്ചു നേരം വിശ്രമിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും അമ്മയുടെ തലകറക്കമൊക്കെ മാറി, എന്തായാലും ബ്ലഡ് കൊടുക്കുകയൊക്കെ ചെയ്തില്ലേ, അതിന്റെ ക്ഷീണമൊക്കെ ആയിരിക്കും. അല്ല മോളെ, സിദ്ധു ഇങ്ങോട്ടെങ്ങാനും വരുമോ? അപ്പൊ ഉടനെ നമ്മുടെ ഇവള് പൂജ പറയാണ്,
അമ്മ ഒരു കാരണവശാലും പേടിക്കണ്ട. അമ്മ ഒരു കാര്യം ചെയ്യും, അമ്മ അച്ഛനെ ഉപേക്ഷിച്ചതാണല്ലോ, അതുകൊണ്ട് അമ്മയുടെ ഭർത്താവ്, രണ്ടാം ഭർത്താവ് മരിച്ചതിന് ശേഷം അച്ഛൻ വീണ്ടും ഈ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് പറഞ്ഞ് രസിക്കാനുള്ളൊരു കഥയാവില്ലേ. അതുകൊണ്ട് ഇനി അമ്മ അച്ഛനെ ഇങ്ങോട്ട് വിളിക്കണ്ട. ഒരു കാര്യം ചെയ്യും, അച്ഛമ്മയെ വിളിച്ച് ഇപ്പം തന്നെ കാര്യങ്ങൾ പറയാൻ പറയുക. അപ്പം ശീതളല്ലല്ലോ പൂജ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇനി സിദ്ധുവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരേണ്ട എന്നുള്ള കാര്യം തന്നെയാണ്. പക്ഷേ നമ്മുടെ സരസ്വതി അമ്മ എന്ന് പറയുന്നത് ചില്ലറപ്പുള്ളി അല്ലല്ലോ. പുള്ളിക്കാരി എന്തായാലും സുമിത്രയുടെ തലയിലേക്ക് തന്നെ നമ്മുടെ സിദ്ധുവിനെ വെച്ചു കൊടുക്കും. സുമിത്ര ഇങ്ങനെ നോക്കാനായിട്ട് വേണ്ടി മാത്രം ജീവിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ പൂജ പറയുമ്പോഴത്തേക്കിനും സുമിത്ര ഒട്ടനെ നമ്മുടെ സരസ്വതി അമ്മയെ വിളിക്കുമ്പം സരസ്വതി അമ്മ ഫോൺ എടുക്കുക. എന്താ സുമിത്ര, നിനക്കിപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പം അമ്മ എനിക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ല, ആശുപത്രിയിൽ എങ്ങനെയാണെന്ന് ചോദിക്കുക. ഉടനെ തന്നെ സരസ്വതി അമ്മ പറയുന്നത്, മോളെ അവനിപ്പോൾ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, അവൻ്റെ ആ ഒരു കൂട്ടുകാരൻ പോയി ഇപ്പം കണ്ടായിരുന്നു, അതിനുശേഷം അയാൾ ഇങ്ങോട്ട് വന്നിട്ടില്ല, ഇനി അത് കഴിഞ്ഞിട്ട് വേണം അമ്മയ്ക്കൊന്ന് കയറി കാണാനെന്നുള്ള കാര്യം പറയുക. ഉടനെ തന്നെ സുമിത്ര പറയുക, അല്ലമ്മ ഇനിയിപ്പോൾ പുള്ളിക്കാരൻ ഇവിടെ നിന്ന് പോരുകയാണെങ്കിൽ എങ്ങോട്ട് കൊണ്ടുപോരാനാണെന്ന് ചോദിക്കുമ്പം അതെന്താ സുമിത്ര നീ അങ്ങനെ ചോദിച്ചത്? ഞാൻ എവിടെയാണോ ഉള്ളത് അവിടെ ആയിരിക്കുമല്ലോ എൻ്റെ മോനും താമസിക്കേണ്ടത്. പിന്നെ ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ എനിക്ക് അവനെ വല്ല ഹോട്ടൽ റൂമിലെങ്ങാനും ആക്കാൻ പറ്റുമോ? നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്നൊക്കെ ചോദിച്ച് സരസ്വതി അമ്മ ദേഷ്യപ്പെടുകയാണ്. അമ്മ ഞങ്ങൾ ബന്ധം പിരിഞ്ഞവരല്ലേ, അങ്ങനെയുള്ളപ്പോൾ ഞങ്ങൾ എന്തിനാണ് അങ്ങനെ ഒരുമിച്ച് താമസിക്കുന്നത്? നീ ഒരു കാര്യം മറന്നുപോയോ സുമിത്ര? എത്രയൊക്കെ വന്നാലും അവൻ നിന്റെ കുട്ടികളുടെ അച്ഛനാണ്. ഇപ്പം നിങ്ങൾ തമ്മിൽ ബന്ധമൊന്നും ഇല്ലായിരിക്കും, പക്ഷേ നിന്റെ കുഞ്ഞുങ്ങളുടെ അച്ഛനെ നിനക്ക് അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക. അതുമല്ല, നീ സിദ്ധുവിന് ഇതിനു മുന്നേയും അപകടം ഉണ്ടായ സമയത്ത് നീ അവനെ പരിചരിച്ചിട്ടുള്ളതല്ലേ. നീ ഒരു നേഴ്സാണെന്നോ ഒരു ഹോം നേഴ്സാണെന്നോ ഒക്കെ വിചാരിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്നൊക്കെ സരസ്വതി അമ്മ സുമിത്രയ്ക്ക് ക്ലാസ് എടുത്തു കൊടുക്കുകയാണ്. അപ്പൊ സുമിത്ര പറയുന്നുണ്ട്, അതിന് ബുദ്ധിമുട്ടുണ്ടാവും അമ്മേ എന്നുള്ള കാര്യം പറയുമ്പം ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഞാൻ പറയുന്നത് നീ കേട്ടാൽ മതിയെന്നും പറഞ്ഞ് സരസ്വതി ഫോൺ കട്ട് ചെയ്യുമ്പോഴത്തേക്കിനും സത്യൻ അങ്ങോട്ട് വരിക. അപ്പൊ പുള്ളിക്കാരൻ വന്നിട്ട് പറയാ, ഞാൻ സാറിനെ കയറി കണ്ടു, സാറിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, സംസാരിക്കുന്നൊക്കെ ഉണ്ട്, അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു, നിങ്ങൾ കാണാൻ വേണ്ടി സാറ് വെയിറ്റ് ചെയ്യാണ്, അങ്ങോട്ട് ചെന്നോളൂ എന്ന് പറയുക. സരസ്വതി അമ്മയാണെങ്കിലോ എൻ്റെ കുഞ്ഞിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നും പറഞ്ഞ് പെട്ടെന്ന് ശീതളിനെയും കൂട്ടിയിട്ട് അവിടെ നിന്ന് അങ്ങ് ICU റൂമിലേക്ക് കയറുന്ന സമയത്താണെങ്കിലോ സിദ്ധാർത്ഥിനെ കണ്ടപ്പോൾ തന്നെ സരസ്വതി അമ്മ ചങ്കത്തടിച്ച് കരയാൻ തുടങ്ങി. എൻ്റെ പൊന്നു മോനെ നിന്നെ കണ്ടിട്ട് എത്ര കാലമായിടാന്നും ചോദിച്ച് ഓടിപ്പോയി സിദ്ധുവിനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുമ്പം അമ്മ ഞാൻ എന്നോട് ക്ഷമിക്കണം എന്നുള്ള കാര്യമാണ് സിദ്ധു പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ പെറ്റ അമ്മയെ പോലും ഉപേക്ഷിച്ചിട്ടാണല്ലോ സിദ്ധു നാട് വിട്ടത്. അതുകൊണ്ട് തന്നെ സിദ്ധു അമ്മയോട് മാപ്പ് ചോദിക്കുമ്പം ഒരിക്കലും മോൻ അമ്മയോട് മാപ്പൊന്നും ചോദിക്കേണ്ട, അമ്മയ്ക്ക് മനസ്സിലാവും, നിന്റെ മാനസികാവസ്ഥ മനസ്സിലാകും എന്നുള്ള കാര്യമൊക്കെ പറയുക. എന്തായാലും എൻ്റെ മോനെ ജീവനോടുകൂടി മരിക്കുന്നതിന് മുന്നേ കാണാനുള്ള ഭാഗ്യം അമ്മയ്ക്ക് കിട്ടിയല്ലോ എന്നുള്ള കാര്യമൊക്കെ പറയുമ്പം സിദ്ധുവും വലിയ സന്തോഷത്തിലായിട്ടോ. ഉടനെ തന്നെ നമ്മുടെ ശീതള് അച്ഛാന്ന് വിളിച്ച് ചെല്ലുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ശീതളിൻ്റെ കയ്യിലൊക്കെ പിടിച്ച്, മോളെ അച്ഛൻ ഞാൻ കാരണമല്ലേ അച്ഛൻ ഇങ്ങനെയൊക്കെ ഉണ്ടായത്, ഒരിക്കലും അല്ല മോളെ, ഇങ്ങനെയൊക്കെ സംഭവിക്കണമെന്നുള്ളത് വിധിയാണ്, എന്തായാലും എൻ്റെ മോൾക്കൊരാപത്തും സംഭവിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സിദ്ധു സമാധാനിക്കുകയാണ്. അപ്പം അമ്മയെയും അതുപോലെ തന്നെ ശീതളിനെയും ഒക്കെ കണ്ട സന്തോഷത്തിൽ സിദ്ധു ഇങ്ങനെ നിൽക്കുമ്പം മോളെ സുമിത്ര മരിച്ചു അല്ലേ എന്നുള്ള കാര്യം ഇങ്ങനെ പറയുക. സുമിത്ര മരിച്ചെന്നോ? അപ്പൊ സരസ്വതി അമ്മ ഇത് ഇങ്ങനെ പറയുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ആകുന്നത് കേട്ടോ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.